പ്രൈസ് ദി ലോർഡ്. जय मसीह की। നമ്മുടെ മീറ്റിംഗിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. और हम इस अधिवेशन के समाप्ति की ओर आ चुके हैं നമ്മുടെ രാത്രി യോഗങ്ങളുടെ അവസാന നിമിഷങ്ങളാണിത്. और हमारे जो रात्रिकालीन सत्र थे उसका एक अंतिम दौर है ये। വളരെ തടസ്സങ്ങളുടെ നടുവിലാണ് ഈ വർഷക്കാല ഈ കൺവെൻഷൻ നടക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. और इस साल का जो अधिवेशन है वो बहुत ही मुश्किलातों के बीच में हुआ। കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ നടത്തിയതായ കൺവെൻഷനിൽ ശനിയാഴ്ച രാത്രിയിൽ ഏകദേശം 1200 ആളുകളുണ്ടായിരുന്നു. और पिछले जो भी अधिवेशन हुए हैं वो शनिवार को इस तरह से समाप्त होंगे. कई बार ऐसा संदेह भी हुआ है. എന്നാൽ സാഹചര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. लेकिन जो परिस्थितियां हैं वो हमारे वश में नहीं होती. ഈ ചർച്ച നമുക്ക് വേണ്ടി തുറന്നു തന്ന ബിഷപ്പ് CP സിംഗിനോട് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുകയാണ്. और इस खूबसूरत आराधनालय पूरे दिल से जो हमें खोल करके दिए हैं रेवरेंड CP सिंह साहब का हम तहे दिल से धन्यवाद देते हैं. വ്യാഴാഴ്ച ഉച്ചയായപ്പോഴാണ് ഈ സ്ഥലം ലഭിക്കുന്ന ഉറപ്പായത്. और गुरुवार की വ്യാഴാഴ്ച ഉച്ചയ്ക്ക് दोपहर को लगभग ये तय हुआ कि ये आराधनालय हमें मिलेगा. വ്യാഴാഴ്ച വൈകിട്ട് നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കേണ്ടതുമായിരുന്നു. और उसी शाम हमारी मीटिंग की शुरुआत भी होना थी. ഏതായാലും ദൈവം എല്ലാം സാധിപ്പിച്ചെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. जैसा भी हो परमेश्वर ने सब कुछ अपने समय पर कार्यक्रम तय रूप में किया, इसलिए धन्यवाद. ലാസ്റ്റ് മിനിറ്റിലാണ് ഈ പട്ടണത്തിലുള്ള മറ്റ് സഭകളെ കൺവെൻഷൻ നടക്കുമെന്ന് അറിയിക്കാനിടയായി തീർന്നത്. और अंतिम समय में ही इस शहर के दूसरी कलीसियाओं को सूचित किया गया कि कन्वेंशन है. ഈ പ്രാവശ്യം കൺവെൻഷൻ നടക്കുകയില്ല, ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു ഭാരത്തിലായിരുന്നു എല്ലാ ദൈവമക്കളും. क्योंकि लगभग सभी लोग इसी बोझ में थे कि इस साल भी शायद ये अधिवेशन नहीं हो पाएगा. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആണ് അറിയിച്ചതെങ്കിലും അവരുടെ സഭകളിലെ മീറ്റിങ്ങുകളൊക്കെ ക്യാൻസൽ ചെയ്ത് ഇവിടെ കടന്നു വന്ന് ഈ മീറ്റിങ്ങുകൾ സഹകരിക്കുകയും 100% ഞങ്ങളോട് സഹകരണം കാണിക്കുകയും ചെയ്ത ഈ പട്ടണത്തിലുള്ള എല്ലാ ദൈവദാസന്മാരോടും സഭകളോടും ഉള്ള നന്ദിയെ വ്യക്തിപരമായി ഞാൻ അറിയിക്കുന്നു. भले ही अंतिम वक्त में भोपाल शहर के अन्य कलीसियाओं को सूचित किया गया, बावजूद उस सब के कलीसियाओं की सेवा को पोस्टपोन करके कई परमेश्वर के दासगण और विश्वासीगण इस मीटिंग में सम्मिलित हुए हैं. आपका तहे दिल से हम आभार व्यक्त करना चाहते हैं. ഈ പരിമിതമായ സാഹചര്യങ്ങൾ 100% സഹകരണം കാണിച്ച് വാക്ക് മാറാതെ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് വചനം ശുശ്രൂഷിച്ച പാസ്റ്റർ ബാബു സക്കറിയ, പാസ്റ്റർ ജെയിംസ് റാം, പാസ്റ്റർ K കോശി എന്നിവരുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. और इन 3 दिनों में इस अधिवेशन को संबोधित करने के लिए, वचन से मनादी करने के लिए आए हुए परमेश्वर के अभिषिक्त गण पास्टर बाबू जकरिया, पास्टर जेम्स राम और डॉक्टर K कोशी का हम तहे दिल से आभार व्यक्त करते हैं. ഇന്ന് രാത്രികാലം എൻ്റെ അടുത്ത സുഹൃത്തായ പാസ്റ്റർ K കോശിയോട് കേട്ട അനുഗ്രഹിക്കപ്പെട്ട ദൂതനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और मेरे बहुत ही अजीज मित्र डॉक्टर K कोशी के श्रीमुख से सुने हुए संदेश के लिए मैं परमेश्वर का धन्यवाद देता हूँ. അല്പസമയം കൂടെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. और हम कुछ और पल परमेश्वर के संदेश की ओर जाएंगे. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. और कोलोसियों की पत्री उसका 2रा अध्याय और उसके 12वें वचन से 15वें वचन तक हम लोग सुनेंगे. അല്പം ആഴമായി ആ വേദഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. और हम थोड़ा गहराई से उसके बारे में मनन करेंगे. അതുകൊണ്ട് പ്രത്യേകിച്ച് IPC MP സ്റ്റേറ്റിലുള്ള എല്ലാ വേലക്കാരും ഒരു പേപ്പറും ഒരു പേനയോ പെൻസിലോ കരങ്ങളിൽ എടുത്തിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. और विशेष रूप से IPC MP स्टेट के जितने भी सेवक गण हैं, आपसे निवेदन है कि आप अपने डायरी पेन को लेकर के तैयार रहें. നിങ്ങളുമായിട്ട് പങ്കിടുവാൻ എനിക്കൊരു ദൂതുണ്ട്, പഠിപ്പിക്കുവാനും ചില കാര്യങ്ങളുണ്ട്. और आप लोगों के लिए एक संदेश भी है और कुछ उपदेश की बातें भी मैं आपको देना चाहता हूँ. ഇപ്പോൾ ആ വേദഭാഗം ഹിന്ദിയിൽ നമുക്ക് വായിക്കാം. और अभी हम उस वचन को हिंदी में सुनने पाएंगे जो हमें मिलता है कोलोसियों की पत्री उसका 2रा अध्याय और उसके 13 से लेकर 15वें वचन तक. यहाँ यूं लिखा है, उसने तुम्हें भी जो अपने अपराधों और अपने शरीर की खतना रहित दशा में मुर्दा थे उसके साथ जिलाया और हमारे सब अपराधों को क्षमा किया और विधियों का वह लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला और उसे क्रूस पर कीलों से जड़कर सामने से हटा दिया है. और उसने प्रधानताओं और अधिकारों को ऊपर से उतारकर
उनका खुल्लम खुल्ला तमाशा बनाया और क्रूस के द्वारा उन पर जय जयकार की ध्वनि सुनाई। ഹല്ലേലൂയ. हालेलुया। പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവജനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന അനേക ശക്തികളെ കുറിച്ച് താൻ പറയുന്നുണ്ട്. और जब हम पौलुस की पत्रियों को जब पढ़ते हैं तो किस तरह से सताव या पीड़ाएं परमेश्वर के संत जनों को हुआ करती थी उसे हम समझ पाएंगे। ആ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് താൻ സാത്താനെ കുറിച്ച് തന്നെയാണ് പല ഭാഷകളിൽ സംസാരിക്കുന്നതെന്ന്. और जब हम बड़ी गहराई से उसका अध्ययन करते हैं तो ये साफ तौर पर झलकता है कि वो शैतान की ओर अपनी बातों को इंगित करके कहते हैं। ഒരു വേദഭാഗത്ത് താൻ സാത്താനെ ഈ ലോകത്തിന്റെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. और एक हिस्से में संत प्रेरित पौलुस ने शैतान को इस संसार का हाकिम तक कह दिया। മറ്റൊരു വേദഭാഗത്ത് ആകാശത്തിൽ വ്യാപരിക്കുന്ന ശക്തി, പവർ, प्रिंस ऑफ द पावर ऑफ द एयर. और दूसरे हिस्से में उसने कहा कि इस ब्रह्मांड में या इस वायुमंडल में वातावरण में मंडराने वाली अन्यान्य शक्तियां हैं। വേറൊരു ഭാഗത്ത് താൻ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ശക്തി എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. और एक अलग हिस्से में उन्होंने कहा है कि जो आज्ञा का उल्लंघन करते या अनाज्ञाकारिता के जो संतान है उसका जिक्र उसने किया। വേറെ ഒരു ഭാഗത്ത് താൻ ദുഷ്ടനായ പിശാച് എന്ന് സംസാരിക്കുന്നു. एक हिस्से में उसने दुष्ट शैतान कहकर उसे संबोधित किया। അതുകൂടാതെ ഈ ലോകത്തെ തന്നെ താൻ ദൈവജനത്തിന്റെ ശത്രുവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. और यहाँ तक कि इस पूरे संसार को या पूरी कायनात को एक दुश्मन के रूप में प्रदर्शित किया। പക്ഷേ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ കുറിച്ചല്ല, ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ആ പവർ സ്ട്രക്ചറിനെ കുറിച്ചാണ് താൻ സംസാരിക്കുന്നത്. लेकिन सच्चाई ये नहीं है कि ये जो जगत हमें दिखाई देता है या कायनात वो हमारे दुश्मन है, नहीं, लेकिन कुछ परिस्थितियां और कुछ बातें हैं जो एक दुश्मन के तौर पर दर्शाई गई है। ആ പവർ സ്ട്രക്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് സാത്താനാണെന്ന് താൻ തന്നെ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ബോസ്റ്റ് ചെയ്യുകയുണ്ടായി. और जब यीशु की परीक्षा भी जब उसने लिया उसके मद्देनजर उसने ये कहा कि इन तमाम परिस्थितियों का नियंत्रण इस शैतान के हाथों में है। ഇവിടെ പേര് പറയപ്പെട്ട സകല ശക്തികളുടെ മേലും ഒരു ദൈവത്തിന്റെ പൈതലിന് ജയമെടുക്കുവാൻ തക്കവണ്ണം കഴിയും എന്ന് താൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. और वो हमें ये सिखाना चाहते हैं कि परिस्थितियां चाहे कितनी भी नकारात्मक हो या कितने भी शैतान के वश में हो उसके ऊपर हम जय को प्राप्त कर सकते हैं। നമുക്ക് ജയമെടുക്കുവാൻ കഴിയും എന്ന് പൗലോസ് പറയുന്നതിന്റെ കാരണം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു അവയുടെ മേലെ എല്ലാം ജയമെടുത്തു എന്നുള്ളതാണ്. और पौलुस ने यदि ये कहा है कि हम इन परिस्थितियों के ऊपर जय हासिल कर सकते हैं तो उसके पीछे एकमात्र कारण ये है कि उसका जो परमेश्वर है उसने तमाम हालातों के ऊपर में जय को प्राप्त किया। ആ യേശു ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ഗാഥ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും ആഴമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ച കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. और जो अभी हमने कलुस्सियों की पत्री उसके दूसरे अध्याय के 13वीं आयत से 15वीं आयत तक जो हमने सुना वो उसी यीशु मसीह की जो जय गाथा है उसके उस श्रृंखला को हमने सुना। ആ 15-ാമത്തെ വാക്യത്തിലാണ് യേശു ക്രിസ്തുവിനെ വിജയാളിയായ കർത്താവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. और उसके 15वें आयत के अंदर में उस यीशु मसीह को एक प्रधान के रूप में दर्शाया गया है। എന്നാൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ വിശദീകരണമാണ് 13-14 വാക്യങ്ങളിൽ. लेकिन 13वें और 14वें वचन के अंदर में हम ये पाते हैं कि वो हुआ किस तरह से। ഈ കൊച്ചു വേദഭാഗത്ത് ഒരുപാട് സത്യങ്ങൾ കിടപ്പുണ്ട്. और इस छोटे से हिस्से में बहुत सी भेद की और गूढ़ बातें छिपी है। എല്ലാം വിശദമായിട്ട് എനിക്ക് സംസാരിക്കാൻ സമയമില്ലെങ്കിലും തൊട്ട് പറഞ്ഞ മാക്സിമം കാര്യങ്ങൾ ഞാൻ പറയാം. और विस्तृत रूप में उसका ब्यौरा देने के लिए समय नहीं है, लेकिन मैं उसका कुछ अंश आपको बताऊंगा। 13-ാമത്തെ അധ്യായത്തിൽ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഈ വിജയത്തിന്റെ കഥ പറയാൻ രംഗങ്ങൾ ഒരുക്കുന്നത്. 13वीं आयत के अंदर में हम किन हालातों में थे या किस अवस्था में थे उसका चित्रीकरण उसने उसमें दिया है। ആദ്യമായിട്ട് പൗലോസ് പറയുന്നത് നമ്മൾ ആത്മീയമായി മരിച്ചവരായിരുന്നു. और पौलुस ने सबसे पहले ये कहा कि मैं और आप आत्मिक रूप से मरे हुए थे। രണ്ടാമത് താൻ പറയുന്നത് നമ്മൾ അധാർമികതയിൽ മുഴുകിക്കിടന്നവരായിരുന്നു. और दूसरी मुख्य बात उसने ये कही कि हम एक अधर्मी की हैसियत से जी रहे थे। ഹിന്ദിയിൽ ഏത് വാക്കുകൾ എനിക്കറിയാൻ വയ്യ, ഇംഗ്ലീഷ് ഞാൻ പറയാം, അത് ജോജി അത് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. और इंग्लिश में किस तरह से है पादरी साहब अभी बताएंगे और वो शायद हिंदी में ना हो.
പൗലോസ് അതിനുവേണ്ടി പ്രത്യേകമായ വാക്കുകൾ ഈ വേദഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. और प्रेरित पौलुस ने उन विशिष्ट शब्दों का उल्लेख या इस्तेमाल किया है. ആദ്യമായിട്ട് താൻ പറയുന്നു we were dead in our trespasses. और सबसे पहला ये कहता है कि हम अपने अधर्म के तहत मरे हुई अवस्था में थे. ആത്മീയമായിട്ട് നമ്മൾ മരിച്ചവരായിരുന്നു എന്നുള്ളതിന് താൻ ഉപയോഗിച്ചിരിക്കുന്ന പദം we are dead in our trespasses എന്നുള്ളതാണ്. और उसके कहने का तात्पर्य केवल यही था कि मैं और आप हम सब अपने अधर्म के कामों की वजह से आत्मिक तौर पर मरे हुए थे. രണ്ടാമത് ആ വാക്യത്തിൽ താൻ ഉപയോഗിക്കുന്ന പദം we were struggling in the uncircumcision of our flesh. और दूसरा जो उसने पहलू इस्तेमाल किया कि वो जो अपने शरीर की खतना रहित दशा में भी हम मुर्दे के रूप में थे. മനുഷ്യന് രണ്ട് പ്രശ്നങ്ങളാണ് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. और प्रेरित पौलुस ने इंसान के जीवन के अंदर की दो मुख्य बातों की ओर इशारा किया. ഒന്ന് ആത്മീയമായി മരിച്ച അവസ്ഥ, कि पहली जो अवस्था या हालात है कि आत्मिक रूप से मरा हुआ. രണ്ട് ദൈവം വെച്ചിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒത്തവണ്ണം ജീവിക്കാൻ കഴിയാതെ അധാർമികതയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥ. और दूसरी महत्वपूर्ण बात यह कि परमेश्वर ने जो एक नियम या एक दायरा अपने लोगों के लिए रखा है उससे वंचित होकर के जिस तरह से हम जीवन यापन कर रहे थे उसका एक परिदृश्य है. ആ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് താന് ഈ രണ്ട് വിഷയങ്ങൾക്കുള്ള മറുപടി യേശുക്രിസ്തുവിൽ ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. और इन दोनों बातों का जवाब उसने आगे के हिस्से में दिया है कि किस तरीके से खुदावंद ने ये कार्य किया. ആത്മീയമായിട്ടുള്ള നമ്മുടെ മരണത്തിനുള്ള പരിഹാരം എന്താണ്? और आत्मिक रूप से जो मुर्दा रूपी हमारा जीवन रहा उसका निराकरण कैसे होगा. പൗലോസ് പറയുന്നു he has made us alive together with him. और उसने ये लिखा है कि उसने अपने साथ हमें जीवित किया. അവനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. और उसने अपने साथ हमें जिलाया. ഇതൊക്കെ സുദീർഘമായിട്ട് വിശദീകരിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. और इसका पूरा ब्यौरा मैं देना तो चाहता हूं लेकिन समय का अभाव है. ആത്മീയമായ നിന്റെ മരണത്തിന് ഉള്ള മറുപടി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് കൂടെ നിന്നെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. और आत्मिक रूप से जो मुर्दा हालात थी उसका जो दूसरा पहलू जो दर्शाया गया कि वो उसने अपने साथ हमें जिलाया. യേശു ക്രിസ്തു എനിക്ക് തന്നെ എന്നെ ആത്മീയമായിട്ട് ജീവിപ്പിക്കാൻ കഴിയത്തില്ല. कि मालूम था कि हम स्वयं को आत्मिक रूप से जागरूक या जिला नहीं सकते हैं. എന്നാൽ യേശു ക്രിസ്തുവിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള സോയി ലൈഫ്, അവനിൽ വ്യാപരിക്കുന്ന നിത്യജീവൻ എന്നിലേക്ക് പകർന്നു തന്നു കഴിയുമ്പോൾ അവൻ ജീവിച്ചുയർന്നെഴുന്നേറ്റതുപോലെ ഞാനും ആത്മീയമായിട്ട് ജീവിച്ചുയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. लेकिन जिस तरह से प्रभु यीशु मसीह के अंदर में वो पुनरुत्थान की या अनंत सामर्थ्य की आत्मा है जिसके वजह से वो मुर्दों में से जी उठा, उसी सामर्थ्य की बदौलत वे हमारी उस आत्मिक मरी हुई अवस्था से हमें पुनर्जीवित कर सकता है. നമ്മുടെ ജീവിതത്തിലെ അധാർമികതയ്ക്ക് എന്താണ് പരിഹാരം? और हमारे जीवन की जो अधार्मिकता है उसका निराकरण कैसे होगा. വിചിത്രമായ ഒരു മറുപടിയാണ് പൗലോസ് നമുക്ക് അവിടെ തരുന്നത്. और एक अजीब जवाब प्रेरित पौलुस ने वहां पर दिया. He uses the phrase having nailed it to the cross. और उसने इस्तेमाल किया उस पहलू को जो बड़ा विशिष्ट है कि उसने क्रूस पर कीलों से जड़ दिया उसको. നമ്മുടെ അധാർമികതകളെല്ലാം യേശുവിന്റെ ക്രൂശിന്മേൽ കൊണ്ട് തറച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. पौलुस ये बताते हैं कि हमारे जितने अधर्म के काम थे वे सब यीशु के क्रूस पर उसने कीलों से जड़ दिया. അപ്പോൾ ദൈവം ഒരുക്കിയ മറുപടി ഇത് രണ്ടുമാണ്. और यीशु मसीह का जो जवाब था वो भी यही था. ഒന്ന്, നിനക്ക് ആത്മീയമായിട്ട് ജീവിക്കണോ, യേശുവിൽ വ്യാപരിക്കുന്ന ജീവൻ നിത്യജീവൻ നിന്നിലൂടെ വ്യാപരിക്കണം. पहला, यदि तुझे आत्मिक रूप से पुनर्जीवित होना है तो यीशु मसीह के अंदर जो पुनरुत्थान की सामर्थ है उस सामर्थ के साथ तुझे जीना होगा. അധാർമികതകളുടെ പിടിയിൽ നിന്ന് നിനക്ക് പുറത്തു വരണമോ, നിന്റെ ജീവിതത്തിലെ സകല പാപങ്ങളെയും യേശുവിന്റെ ക്രൂശെ കൊണ്ട് തറയ്ക്കണം. अधर्म के तमाम उन बुरे कामों से यदि तुझे छुटकारा चाहिए तो इस तरह के तमाम बुराइयों को लेकर के उस क्रूस के ऊपर कीलों से जड़ना होगा. ഈ രണ്ട് ഉത്തരങ്ങള് യേശുക്രിസ്തുവിലൂടെ എങ്ങനെ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്നു എന്നുള്ളതാണ് 14-15 വാക്യങ്ങൾ നമ്മളോട് और പറയുന്നത്. 14वें और 15वें आयत के अंदर में प्रभु यीशु मसीह के द्वारा किस तरह से हम इन्हें हासिल कर सकते हैं उसे दर्शाया गया. ആ വേദഭാഗം ഞാൻ അല്പമൊന്നുമായിട്ട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. और उस हिस्से का मैं थोड़ा सा ब्यौरा देना चाहता हूं പൗലോസ് വലിയ നീണ്ടൊരു വാചകമാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. क्योंकि संत पौलुस ने एक बड़ा बेहतरीन वाक्य इस्तेमाल किया है നമ്മളത് മുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. और हम उसे कुछ हिस्सों में रख कर बांटेंगे. ഒന്നാമതായി
അടുത്തതായിട്ട് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം having wiped out the handwriting or requirements that was against us. और वहां पर उसने लिखा हुआ है कि उसने हमारे सब अपराधों को क्षमा किया और विधियों का वह लेख जो हमारे नाम पर और हमारे विरोध में था मिटा डाला। നമുക്കെതിരായിട്ടുള്ള കൈയെഴുത്തുകളെല്ലാം അവൻ മായിച്ചു കളഞ്ഞു ക്രൂശ് മൂലം. कि वो जो विधियों का वो जो लेख हमारे खिलाफ था, हमारे नाम पे था, उसने मिटा डाला उस क्रूस की मृत्यु के ഈ द्वारा। കൈയെഴുത്ത് എന്നുള്ള പദം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആരാ അവിടെ ഇരുന്ന് കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നതെന്ന്. अब ये जो लेख लिखा है तो किसने लिखा होगा, शायद ये प्रश्न हमारे जहन में उठ सकता है। എന്നാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കൈയെഴുത്ത് എന്നുള്ള ആ പദപ്രയോഗം മലയാളത്തിൽ യാതൊരു കാരണവശാലും പൗലോസ് ഉദ്ദേശിച്ച ആശയത്തിന്റെ ഒരു അരികിൽ പോലും എത്തുന്നില്ല. और जिस तरीके का इस्तेमाल किया या जो बात दिमाग में चलती है उससे कोई तालमेल पौलुस के द्वारा लिखित बातों का नहीं है। ഖൈറോഗ്രാഫോൺ എന്നുള്ള ഒരു പദപ്രയോഗമാണ് ഗ്രീക്ക് ഭാഷയിൽ പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. और इब्रानी भाषा में उसने ഖൈറോഗ്രാഫോൺ खेरोग्राफोन का एक शाब्दिक इस्तेमाल किया जो इब्रानी भाषा में है। അതെന്താണെന്ന് ഞാൻ വേഗത്തിലൊന്ന് പറയാം. अब मैं आपको बताऊं कि उसका अर्थ क्या है। കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പേ कंप्यूटर आने से पहले ആഡിംഗ് മെഷീൻ ഒക്കെ വരുന്നതിന് മുമ്പേ और ये सब मशीन्स आने से पहले നമ്മൾ പലചരക്കിടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ और जब हम किरानों की दुकान में जाके सामान खरीदते थे, നമുക്ക് കൊടുക്കാൻ ഇപ്പോൾ പണമില്ലെങ്കിൽ अगर हमारे पास में पैसा नहीं होता था देने के लिए, കടയുടെ ഉടമസ്ഥൻ ഒരു കൊച്ചു ബുക്ക് എടുത്ത് അതിനകത്ത് നമ്മുടെ പേര് എഴുതി വെക്കും, തുകയും എഴുതി വെക്കും. और वो दुकानदार जो है अपनी छोटी उस रजिस्टर को खोल करके उधारी खाते में हमारा नाम और वो जितना कीमत हुआ वो लिख के रखता था। ചരിത്രത്തിന്റെ ആരംഭം മുതൽ കമ്പ്യൂട്ടർ യുഗം വരെയും അതാണ് പലചരക്ക് കടക്കാരെല്ലാം ചെയ്തത്. और ये कंप्यूटर युग आने से पहले जितने भी दुकानदार किरानों के थे वे सब इसी तरह का काम करते थे। അപ്പൊ ഞാൻ കൊടുക്കാനുള്ള കടങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന സണ്ണി ഫിലിപ്പ് എന്ന് മേളിൽ എഴുതിയിട്ട് അതിന്റെ താഴെ ഞാൻ കൊടുത്തു തീർക്കാനുള്ള കടങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ആ ഷീറ്റിനെയാണ് ഗ്രീക്ക് ഭാഷയിൽ ഖൈറോഗ്രാഫോൺ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചത്. और सनी फिलिप के नाम में जो उस पेज में जितना भी लिखा हुआ है उसका जो शब्द इस्तेमाल किया इब्रानी भाषा में, ഗ്രീക്ക് ഭാഷ, माफ कीजिएगा, यूनानी भाषा में। ഓക്കെ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്റ്റ്. और हम इसे कह सकते हैं कि वो मृत्यु का प्रमाण पत्र है। ഞാൻ അധാർമികതയിൽ ജീവിച്ച കാലത്ത് ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ എന്തെല്ലാം പാപം ചെയ്തോ ആ പാപം മുഴുവൻ ഒരു കടമായിട്ട് എൻ്റെ പേര് ഒരു പേജിന് മുകളിൽ എഴുതിയിട്ട് അതിന് താഴെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. कहने का तात्पर्य यह है कि मेरे जितने भी अधर्म के या बुरे काम थे उसकी पूरी सूची एक के बाद एक क्रमबद्ध तरीके से लिख करके रख दी गई। അതാണ് എനിക്കെതിരായിട്ടുണ്ടായിരുന്ന കൈയെഴുത്ത്. और वही है जो मेरे विरोध में लिखा हुआ लेख था। അതായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്റ്റ്. और वही मेरे मृत्यु का प्रमाण पत्र था। അത്രയും മാത്രമല്ല പൗലോസ് പറഞ്ഞത്, केवल इतना ही प्रेरित पौलुस ने नहीं कहा, അതിനോട് ചേർത്ത് ന്യായപ്രമാണത്തിന്റെ കാര്യം കൂടെ പറഞ്ഞു. और उसी के साथ ही साथ उसने वहां पर उस व्यवस्था के बारे में भी जिक्र किया है जो न्याय का है। മലയാളത്തിലും ഹിന്ദിയിലും എങ്ങനെയാ എഴുതിയേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്റ്റ് വിത്ത് ഇറ്റ്സ് ലീഗൽ ഡിമാൻഡ്സ് എന്നാണ്. और मलयालम और हिंदी में किस तरीके से इस्तेमाल किया गया मुझे नहीं मालूम, लेकिन जो कुछ भी है उसका जो न्यायिक प्रारूप है उसको दर्शाया गया है। ന്യായപ്രമാണം ചെയ്യുന്നവനെല്ലാം അതുമൂലം ജീവിക്കുമെന്നാണല്ലോ വ്യവസ്ഥ. और कहने का तात्पर्य यह है कि उसी व्यवस्था के आधार पर ही उसको जीवन जीना है। അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ലംഘിച്ചവനെ എല്ലാം എതിരായിട്ട് ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇവൻ പാപിയാണ്, ഇവനെ ശിക്ഷിച്ചേ മതിയാകെയുള്ളൂ. और दूसरे पहलू में यदि हम ये समझें कि इसने इस न्याय व्यवस्था का उल्लंघन किया है अर्थात उसके जीवन में ये सजा मिलना जरूरी है। ന്യായപ്രമാണം കൊടുത്ത യഹൂദനാണെങ്കിലും और ये न्याय व्यवस्था भले यहूदी लोग ने दिया ഞാൻ ഒരു യഹൂദൻ അല്ലെങ്കിലും और मैं भले एक यहूदी नहीं हूं, ആ ന്യായപ്രമാണത്തിന്റെ ഭാഗമായിട്ട് ദൈവം സർവ്വവിധമായ മോറൽ ലോസും എസ്റ്റാബ്ലിഷ് ചെയ്തതുകൊണ്ട് और इस तरीके से तमाम ये जो मॉरल लॉज जो है नियम है वो उसने स्थापित किए। ആ മോറൽ ലോ ഒക്കെ ഞാൻ ലംഘിക്കുമ്പോൾ ഞാൻ അറിയാതിരുന്ന എനിക്കുണ്ടെന്ന് പോലും അറിയാൻ വയ്യാതിരുന്ന ആ ന്യായപ്രമാണം എനിക്കെതിരെ ഒരു ഡിമാൻഡ് ഉയർത്തുകയാണ്. और उन नैतिक मूल्यों का पतन हमारी वजह से होता है, इसलिए हम उसकी जो एक्चुअल या जो कीमत है उसको समझ नहीं पाते हैं, आकलन എനിക്കെതിരെ नहीं कर पाते हैं। വലിയൊരു കൈയെഴുത്ത്.
और इस तरीके से हमारे खिलाफ एक लेख लिखा गया ആയിരക്കണക്കിന് പാപങ്ങളുടെ ലിസ്റ്റുള്ള ഒരു കൈയെഴുത്ത്. और एक ऐसी सूची जिसमें हमारे तमाम बुरे कामों का प्रारूप लिखा गया है ആ പാപത്തിന് ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് ചോദിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ന്യായ പ്രമാണം. और उस किए हुए कर्मों के अनुसार जो फल मिलना है या जो सजा मिलना है उसका वहां पर न्यायीकरण होगा. ഇതായിരുന്നു എന്റെ പ്രശ്നം. और यही मेरी भी समस्या थी. ഞാൻ എന്റെ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഇതായിരുന്നു എന്റെ അവസ്ഥ. और जब मैं यीशु की ओर आया तो यही मेरी समस्या थी. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലും പൗലോസ് അതേ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. और വായിക്കണ്ട. इफिसियों की पत्री 2 अध्याय के 15वें वचन में भी संत पौलुस इसी तरह की बातों को करते हैं. എന്നാൽ ഈ നീണ്ട ലിസ്റ്റ് കൊടുത്തു തീർക്കുവാൻ എനിക്ക് നിർവാഹമില്ലാതിരുന്നപ്പോൾ, लेकिन ये इस लंबी सूची का निराकरण जब मैं स्वयं के बल पर नहीं कर पा रहा, എനിക്ക് വിരുദ്ധമായി ഉണ്ടായിരുന്ന ഈ കൈയെഴുത്ത് ഇങ്ങനെ എല്ലാറ്റിലും വലുതായിട്ട് ലൂം ചെയ്ത് നിൽക്കുമ്പോൾ, और ये मेरे खिलाफ जो लेख लिख करके रखा गया वहां पर उसका कोई भी मैं निष्कर्ष नहीं निकाल पा रहा. നിസ്സഹായനായി എന്നോട് സഹതാപം തോന്നിയിട്ട് എനിക്ക് വേണ്ടി അതിനെ ടേക്ക് കെയർ ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. और जब उसने देखा कि मैं एक निस्सहाय व्यक्ति हूं, मैं कुछ कर नहीं सकता, तो मेरे एवज में उसने उस कार्य को किया जो मुझे करना था. ഹല്ലേലൂയ. हालेलुया. ദൈവം അതങ്ങനെയാണ് ചെയ്തതെന്നാണ് പൗലോസ് ഇവിടെ നമ്മളോട് പറയുന്നത്. और परमेश्वर ने किस तरह से उस कार्य को किया उसी का वर्णन संत पौलुस करते हैं. പൗലോസ് അതിനു വേണ്ടി രണ്ട് വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. और पौलुस ने दो अलग अलग तरह से उस बात को समझाने का प्रयास किया. ഒന്നാമത് പൗലോസ് പറയുന്നു അതിനെ ക്രൂശിനോട് ചേർത്ത് തറച്ചു. और पहली बात पौलुस ने बताया कि उसे क्रूस के साथ छड़ दिया गया. റോമാക്കാരായ ആളുകള് ആരെയെങ്കിലും ക്രൂശിക്കുമ്പോൾ അവന്റെ കുറ്റം അവന്റെ തലയ്ക്ക് മീതെ എഴുതി വെക്കുമായിരുന്നു. और रोमी साम्राज्य में उन दिनों में यह रिवाज था कि जब किसी व्यक्ति को क्रूस की मृत्यु दी जाती तो उसके द्वारा किए गए तमाम कुकर्मों का एक लेखा जोखा उसके सर के ऊपर चिपका दिया जाता. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യേശുവിനെ കുറിച്ചുള്ള കുറ്റവും അവന്റെ ക്രൂശിന്റെ മീതെ എഴുതി വെച്ചിരുന്നു. यूहन्ना रचित सुसमाचार 19वें अध्याय के 19वीं आयत के अंदर में हम ये पाते हैं कि प्रभु यीशु मसीह के ऊपर में जो दोषारोपण किया गया वो भी उसके उस क्रूस पर लगा दिया गया. യഹൂദന്മാരുടെ രാജാവെന്ന കുറ്റപത്രം അവന്റെ തലയ്ക്ക് മീതെ എഴുതി വെച്ചിരുന്നു. और यीशु के सर के ऊपर में ये लिख दिया गया कि ये यहूदियों का राजा है. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ രക്ഷിക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് और उस यीशु मसीह की क्रूस की मृत्यु की बदौलत उद्धार में आए हुए संत पौलुस, ദമാസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ട പൗലോസ്, और दमिश्क के उस फाटक में प्रभु यीशु मसीह के द्वारा अपने आलिंगन में लिया हुआ वो पौलुस, അന്ന് മുതൽ രാവും പകലും ഇരുന്ന് കർത്താവ് ചെയ്ത ഈ ക്രിയയുടെ ആഴങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ധ്യാനിക്കുമ്പോൾ തനിക്കൊരു രഹസ്യം വെളിപ്പെട്ടു. और तब से लेकर के वो जब उस भेद की बातों को समझने की कोशिश कर रहा था, कुछ बातें उसके जीवन में प्रकट हुई. കടന്നു പോകുന്നവർ വായിച്ച ഒരു കുറ്റപത്രം മാത്രമേ ആ ക്രൂശിലുള്ളായിരുന്നു. और जब वो जाने वाले लोग पढ़ रहे थे क्रूस के ऊपर में केवल एक ही दोषारोपण लिखा गया है. യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിയ ഒരു കുറ്റപത്രം മാത്രമേ കടന്നു പോകുന്നവർ കണ്ടുള്ളൂ. और वो विशेष लेख जो लिख करके रखा गया कि ये यहूदियों का राजा है, वो हर वो यात्री उस बात को पढ़ते हुए जाता. എന്നാൽ അവരുടെ കണ്ണുകൾക്ക് അദൃശ്യമായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ നേടുവാനുള്ള കോടാനുകോടി ജനങ്ങളുടെ ആമേൻ അവർക്ക് വിരുദ്ധമായി നിന്ന സകല കൈയെഴുത്തുകളും അന്നത്തെ പകൽക്കാലം എന്റെ യേശുവിന്റെ ക്രൂശിനോട് ചേർത്ത് തറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. लेकिन उस दोषारोपण रूपी उस कील से छड़े हुए क्रूस की बदौलत ही मेरे और आपके तमाम अधर्मों को भी उस क्रूस के ऊपर में मेरे प्रभु यीशु मसीह ने हम सबके एवज में ले लिया, उसे छड़ दिया ताकि मैं और आप नजात पाए, उद्धार पाए. मेरे प्रियो, അത് മറന്നുപോയ മനുഷ്യരാരും കണ്ടില്ല. और वहां पर उन लोगों ने उस चीज को नहीं देखा. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡുകളെ കുറിച്ച് നന്നായി അറിയാവുന്ന എന്റെയും നിന്റെയും ശത്രുവായ പിശാച്, लेकिन उस न्याय व्यवस्था के आधार पर मुझे और आपको बेहतर गहराई से समझने वाला वो शैतान, നമുക്കെതിരായി രാവും പകലും ദൂഷണം ഉച്ചരിക്കുന്ന പിശാച്, और मेरे और आपके खिलाफ दिन रात बुराई करने वाला वो शैतान, അന്നൊരു വലിയ കാഴ്ച കണ്ടു. लेकिन उस दिन उसने एक दर्शन को देखा. ഒരു കണ്ണിനും ദയ തോന്നാതെ പാപത്തിന്റെ ചെളിക്കുണ്ടിലാണ്ട് കിടന്നിരുന്ന എന്നോടും നിന്നോടും കരുണ തോന്നിയിട്ട് സ്വർഗസ്ഥനായ പിതാവ് എനിക്കും നിനക്കും എതിരായിട്ട് നിന്ന
സകല കൈയെഴുത്തുകളെയും ഒരു മടിയും കൂടാതെ തന്റെ പുത്രന്റെ ക്രൂശിനോട് ചേർത്താണി അടിക്കാൻ മനസ്സായി. और जहां पर किसी भी आंखों में वो एक दया का भाव दिखाई नहीं दिया, मेरे अजीजों, हम सबके या पूरे मानव जाति के तमाम अधर्मों को अपने ऊपर में लेकर के उस क्रूस के ऊपर कीलों से यदि जड़ दिया है, तो मेरे अजीजों, मैं और आप आज निजात पाए हैं, उद्धार पाए हैं. ये कोई हल्की बात नहीं है. എന്റെ പാപവും അന്ന് യേശുവിന്റെ ക്രൂശിനോട് ചേർത്ത് തറയ്ക്കപ്പെട്ടിരുന്നു എന്ന് ഉള്ളിൽ ബോധമുള്ള രക്ഷയുടെ സന്തോഷം ഉള്ളിൽ തിങ്ങുന്ന സകല ദൈവമക്കളും വായെ തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. यदि आपको यह एहसास होता है कि उस समय या उस दिन जब यीशु को क्रूस पे लटकाया गया तो मेरे नाम की सूची भी उस क्रूस में जड़ दी गई, इसलिए और आप आज यहाँ आराधना के लिए बैठे मेरे प्रियो. हालेलुया, 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 हालेलुया. എന്റെ ഉള്ള ആനന്ദം കൊണ്ട് നിറയുകയാണെങ്കിൽ നമുക്ക് സമയമില്ല. और मेरा अंतर्मन आनंद से भरा हुआ है, लेकिन हमारे पास समय भी नहीं है. തീർന്നില്ല, പൗലോസിന്റെ ചിന്തകൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. अभी पौलुस की जो सोच थी खत्म नहीं हुई, अभी तो शुरू हुई है. രണ്ടാമത് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. और पौलुस ने एक और हिस्सा यहाँ पर इस्तेमाल किया. ഒന്നാമത് താൻ പറഞ്ഞു നമ്മുടെ പാവങ്ങളെല്ലാം ക്രൂശിനോട് ചേർത്ത് തറച്ചു. कि सबसे पहली बात उसने ये कहा कि हमारे तमाम अधर्म और पापों को उस क्रूस पर कील के द्वारा जड़ दिया गया. രണ്ടാമത് പൗലോസ് പറയുന്നു നമ്മുടെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞു. और दूसरा संत पौलुस कहते हैं कि उसने हमारे तमाम पापों को मिटा डाला. മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്നത് നല്ല കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. और मलयालम अनुवाद में उसका सही अनुवाद लिखा गया है. കാരണം എക്സൽഫിയോ എന്ന് പറയുന്ന എക്സലേഫോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. और एक्सेलो करके एक शब्द का इस्तेमाल पौलुस ने वहां पर किया है. അതെന്താണ് ഞാനൊന്ന് പെട്ടെന്ന് വിശദീകരിക്കാം. और मैं आपको उसको बताऊंगा कि उसका क्या शब्द ഇംഗ്ലീഷ് है. ബൈബിൾ നമ്മൾ സാധാരണ വായിക്കുമ്പോൾ ക്യാൻസൽഡ് എന്നുള്ള പദമാണ് നമ്മൾ കാണുന്നത്. और जब हम अंग्रेजी की बाइबल पढ़ते हैं तो वहां पर कैंसल्ड करके वो शब्द इस्तेमाल किया गया. തമ്മിൽ വലിയ അർത്ഥത്തിൽ വലിയ അജഗജാന്തരമുണ്ട്. और वहां पर इन दोनों में एक बड़ा समानांतर एक अर्थ है. കാരണം ക്യാൻസൽ എന്ന് പറയുമ്പോൾ क्योंकि जब हम कैंसल कहते हैं അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? उससे हम क्या अर्थ निकालते हैं. ഞാൻ പറഞ്ഞല്ലോ എന്റെ ആ ലിസ്റ്റിന്റെ കാര്യം. मैंने आपको अपनी सूची के बारे में बतलाया. അപ്പൊ എനിക്കെതിരായിട്ട് ഞാൻ കൊടുത്തു വീഴ്ക്കേണ്ടുന്ന ആ വ്യക്തിക്ക് എന്നോട് ദയ തോന്നി അത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചാൽ, और मेरे लिए जो सूची तैयार की गई थी, जो लेख तैयार किया गया था, यदि मेरे एवज में उसके ज़हन में यदि एक ख्याल आया है കറുത്ത മഷി കൊണ്ട് എഴുതിയിരിക്കുന്നതായിട്ടുള്ള പേജ് എടുത്തിട്ട് और उस काली स्याही के द्वारा लिखे गए उस पन्ने को निकालकर താൻ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ മേൽ കൂടെ ഒരു ചുമന്ന മഷി കൊണ്ടങ്ങ് വരയ്ക്കും. और जिन बातों को वो स्थगित करना चाहते हैं या कैंसिल करना चाहते हैं, उस काली स्याही के ऊपर से लाल स्याही से लिखना शुरू അപ്പോൾ करेंगे. പിന്നെ ആരെങ്കിലും വന്ന് ബുക്ക് എടുത്താൽ ഇതൊന്നും എനിക്ക് പിന്നെ എന്റെ കണക്കിലില്ല. फिर यदि उसके बाद कोई आके उसको समझने की कोशिश करे तो वो मेरे उस हिसाब किताब का नहीं होगा, കാരണം ചുമന്ന മഷി കൊണ്ട് ക്രോസ് ചെയ്തിരിക്കുക. क्योंकि उसे लाल स्याही से कैंसिल कर दिया गया है. പക്ഷെ ആ ക്രോസ് ചെയ്താൽ ഒരു പ്രശ്നമുണ്ട്. लेकिन यदि उसको हाँ क्रॉस किया गया है तो एक समस्या भी है. ഈ ബുക്ക് ആരെല്ലാം തുറന്നു നോക്കുന്നു ये किताब जो कोई भी खोलता है, അവർക്കെല്ലാം എന്റെ കടത്തിന്റെ സകല കണക്കും കാണാം. कि मेरे जितने भी हिसाब किताब का लेखा जोखा है वो सब वो देख सकते हैं. അതിന് മേളിൽ ചുമന്ന മഷി കൊണ്ട് വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. भले ही उसके ऊपर लाल स्याही से गोदा गया होगा, പക്ഷെ സംഭവമല്ല ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. लेकिन जो कुछ भी हुआ वो सूची वहां पर अभी भी है. എന്നാൽ ആ വാക്കല്ല പൗലോസ് ഉപയോഗിച്ചത്. लेकिन उस शब्द का या उस वाक्य का इस्तेमाल पौलुस ने नहीं किया. എക്സലൈഫോ എന്നുള്ള പദത്തിന്റെ അർത്ഥം एक्सलाइफो जो शब्द है उसका अर्थ ये है, ഒരു റബ്ബർ എടുത്ത് തുടച്ച് മായ്ച്ചു കളയാന്ന്. और एक रबर लेकर के जिस तरह से हम मिटा देते हैं उस तरह से मिटाना. നമ്മൾ പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് ഒരു റബ്ബർ എടുത്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ചു കളയുമ്പോൾ ആ പേജിൽ പണ്ട് എന്താണ് ഉണ്ടായിരുന്നെന്ന് ആർക്കും വായിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. और जब पेंसिल से लिखा जाता है उसको यदि मिटा दिया जाए तो कोई भी उसको बाद में समझ नहीं सकता कि वहां पर क्या लिखा हुआ था. इस तरह से मिट जाता है. റബ് ഔട്ട് എന്നാണ് അതിന്റെ തനി ഇംഗ്ലീഷ് ഭാഷ. और इंग्लिश में उसका जो शब्द है वो रब आउट है.
എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? और मेरे और आपके एवज में हमारे स्वर्गीय पिता ने क्या किया आपको मालूम? നമ്മുടെ പാപത്തിന്റെ കടം ക്ഷമിച്ചു തരിക മാത്രമല്ല, न केवल हमारे अधर्म या पापों का लेखा उसने माफ किया, നമ്മുടെ പാപത്തിന്റെ കടത്തിന്റെ ലിസ്റ്റിനെ മുഴുവൻ ക്രൂശിനോട് ചേർത്ത് മായ്ക്കുക മാത്രമല്ല, केवल उसने उस सूची को ചേർത്ത് ആണിയടിക്കുക മാത്രമല്ല, अपने उस क्रूस में कील के द्वारा केवल हमारी सूची को ही नहीं जड़ा, അവന്റെ ഏകജാതനായ പുത്രന്റെ രക്തം ആ ക്രൂശിൽ ചിന്തിയപ്പോൾ ആ രക്തത്തിൽ കുറച്ചെടുത്ത് എന്റെ കടം മുഴുവനായിട്ട് എന്നേക്കുമായിട്ട് മായ്ച്ചു കളവാൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് മനസ്സായി. लेकिन उसके अपने इकलौते पुत्र के उस बहे हुए लहू के द्वारा वो हमारी तमाम काली सूची को उसने मिठा डाला, रब आउट कर दिया मेरे प्रियो, उसने बेदाग कर दिया. ഇനി ആർക്കത് വായിക്കാൻ സാധ്യമല്ല. अब कोई भी उसे पढ़ नहीं सकता, ഇനി ആർക്കത് വായിക്കാൻ സാധ്യമല്ല. कोई उसे पढ़ नहीं पाएगा. ആ ഷീറ്റ് എടുത്തോ, आप उस सूची को निकालो, മേലിൽ എന്റെ പേരുണ്ട്, ऊपर भले मेरा नाम है, പക്ഷെ താഴോട്ട് നോക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ കോടതിയിൽ ഒന്നുമില്ല. लेकिन जब नीचे सूची में देखेंगे तो उस स्वर्गीय कोर्ट में कचहरी में कुछ भी नहीं मिलेगा. ഭൂമിയിലെ മനുഷ്യൻ മണ്ടത്തെ കണക്കും പറഞ്ഞുകൊണ്ട് നടന്നേക്കാം, और भले ही धरती का इंसान हमारा लेखा जोखा कहते हुए घूमता फिरेगा, സ്വർഗ്ഗത്തിലെ കോടതിയിൽ ഒരു ദിവസം നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ആ പേജ് പൂർണ്ണമായിട്ടും ക്ലീൻ ആണ്. लेकिन स्वर्गीय कचहरी में जब मैं और आप जाकर खड़े होंगे, हमारी वो जो सूची वाला पन्ना है वो बेदाग है, वो साफ मिलेगा मेरे प्रियो. എവിടെ പോയി ആ പാപത്തിന്റെ കടമെല്ലാം? और वो पाप की लंबी सूची या फहरिस्त എവിടെ പോയി പാപത്തിന്റെ കടമെല്ലാം? वो पाप की सूची कहाँ गई? എവിടെ പോയി പാപത്തിന്റെ കടമെല്ലാം? और वो पाप की बड़ी फहरिस्त कहाँ गई? എവിടെ പോയി പാപത്തിന്റെ കടമെല്ലാം? वो पाप की सूची, वो पाप का लेखा कहाँ है? वो कहाँ है? പാപം ചെയ്യാഞ്ഞിട്ടാണോ? क्या पाप नहीं किया था? തെറ്റുകൾ ഉണ്ടാകാഞ്ഞിട്ടാണോ? क्या गलतियां नहीं हुई थी? എന്നാൽ എന്റെ യേശുവിന്റെ ചങ്കിലെ പുണ്യാഹ രക്തം കൊണ്ട് എന്റെ പാപത്തിന്റെ കടകളെ എന്നേക്കുമായിട്ട് കഴുകി മാറ്റിക്കളവാൻ. लेकिन मेरे प्रभु यीशु मसीह के बेदाग, निर्दोष और निष्कलंक लहू के द्वारा हमारे तमाम काले कारनामे बेदाग हो गए, वो धो दिए गए मेरे प्रियो, എന്നേക്കുമായിട്ട് അതിനെ തുടച്ചു और वो മാറ്റിക്കളവാൻ. हमेशा हमेशा के लिए मिठा दिए गए, എന്നേക്കുമായിട്ട് തുടച്ചു മാറ്റിക്കളവാൻ. हमेशा के लिए मिठा दिए गए. സ്വർഗ്ഗസ്ഥനായ പിതാവിന് മനസ്സായി. और वो स्वर्गीय पिता के मन में ये बात आई. നിങ്ങളുടെ രക്ഷയുടെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? आपको मालूम है आपके उद्धार की कीमत क्या है? അതുകൊണ്ടാണ് 32 സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞത്. इसलिए भजन 32 के अंदर में दाऊद ने यूं लिखा. പഴയ കാലത്ത് ജീവിച്ച ആ ഭക്തന്റെ ആത്മീയമായ വെളിപ്പാടുകളെ ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. और उस पुराने कालखंड में जिए हुए उस अभिषिक्त के विचारों को जब मैं स्मरण करता हूं तो मैं कई बार आश्चर्य विस्मित हो जाता हूं. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. धन्य है वो व्यक्ति जिसके अपराध क्षमा कर दिए गए या पापों को ढांप दिया गया हो. യഹോവാകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. और यहोवा जिसके उस अधर्मों या पापों का लेखा ना ले, वो धन्य व्यक्ति है. കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, ക്ലീൻ ഷീറ്റാ. क्योंकि जब तेरे पन्ने को वो खोलेंगे तो तेरा नाम जरूर मिलेगा, लेकिन वो पूरी सूची मिटा दी गई है. ഇന്ന് രാത്രികാല സ്വർഗ്ഗത്തിലെ കോടതിയിൽ നിന്റെ കണക്ക് ക്ലീൻ ഷീറ്റാ. आज रात स्वर्गीय कचहरी के अंदर में तेरा नाम का जो पन्ना है वो बेदाग है, वो साफ है मेरे अजीजों. അതിന് സന്തോഷമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ഒന്ന് यदि आप സ്തുതിച്ചാട്ടെ. खुश हैं तो एक जोरदार हालेलुया का नारा लगा दें. ചിന്തകൾ തീർന്നില്ല. पौलुस के जो विचार हैं वो अभी भी समाप्त नहीं हुए. 15ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ और जब हम 15वीं आयत में आते हैं, പൗലോസ് വീണ്ടും വിചിത്രമായ ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത്. और संत पौलुस एक अलग तरह की भाषा का इस्तेमाल वहां करते हैं. രണ്ട് പദപ്രയോഗങ്ങൾ അവിടെ വീണ്ടും പൗലോസിന്റെ ഉപയോഗിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ और ആഗ്രഹിക്കുന്നു. 2 हिस्सों में जो इस्तेमाल किया पौलुस ने, मैं आपके जहन में वो बात लेके സമയം आना വളരെ चाहता വേഗത്തിൽ हूं. പോവുകയാണെന്ന് എനിക്കറിയാം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. मुझे भी मालूम है समय की सीमा समाप्त हो रही है. 5 मिनट और सहन कर लीजिए, हम समाप्त करेंगे. അവിടെ പൗലോസ് പറയുകയാണ്, അവൻ ഇങ്ങനെ ഡിസാം ദ സ്പിരിച്വൽ റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ്. और उसने प्रधानताओं और अधिकारों को ऊपर से उतार कर उनका खुल्लम खुल्ला तमाशा बनाया, stripped of their weapons. और उनका खुल्लम खुल्ला तमाशा बनाया. ഞാൻ മലയാളം വാക്കുകൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാത്തതുകൊണ്ട് ഞാൻ എടുക്കാൻ നോക്കാം പെട്ടെന്ന്.
और मलयालम में जो है वो मुझे एकदम से आता नहीं है, मैं आपको देख करके बताता हूँ। രണ്ടാമതാണ് അവിടെ ഉപയോഗിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് ഒരു പരസ്യമായ കോലമാക്കി. और दूसरा जो उसने ये इस्तेमाल किया कि उसने वहां पर खुल्लम खुल्ला तमाशा किया। 15 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. और 15वें वचन को आप फिर से सुनिए, और उसने प्रधानताओं और अधिकारों को ऊपर से उतार कर उनका खुल्लम खुल्ला तमाशा बनाया। രണ്ടാമത് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. और दूसरे हिस्से में उसने इस्तेमाल किया कि क्रूस के द्वारा उन पर जय जयकार की ध्वनि सुनाई। മൂന്നാമത് അവിടെ പറഞ്ഞിരിക്കുന്ന അവരെ പരസ്യമായ കാഴ്ചയാക്കി. और तीसरा उसने वहां पर उनका तमाशा भी बनाया। ഈ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. और ये जो वचन है इसकी गहराई में उतरना शायद हमारे लिए थोड़ा मुश्किल होगा। എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ പൗലോസിന്റെ ആദ്യത്തെ ഈ കത്ത് ആദ്യമായിട്ട് വായിച്ചവർക്ക് നന്നായി മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. लेकिन पहले इस सदी में जो इस्तेमाल उसने किया उसको हम बेहतर समझ सकते थे। കാരണം ഈ പദപ്രയോഗങ്ങളെല്ലാം റോമൻ വിക്ടറി പരേഡിൽ നിന്ന് കടമെടുത്തതാണ്. और ये जो इस्तेमाल किए गए हैं जो शब्द या जो शब्दावली है वो रोमन शब्दावली से लिया गया है। ഒരു റോമൻ ജനറൽ റോമ സാമ്രാജ്യത്തിന് വേണ്ടി ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് ജയിച്ചു മടങ്ങി വരുമ്പോൾ, और एक रोमी जनरल जब उस युद्ध के मैदान में फतेह हासिल करके जब वापस आता है, തെരുവിലൂടെ ഒരു വലിയ ഘോഷയാത്ര നടത്തുമായിരുന്നു. और उन गलियों से या सड़कों से एक बहुत जबरदस्त एक रैली के रूप में जो हर्षोल्लास के साथ में वो आते हैं। ആ ഘോഷയാത്രയുടെ ഏറ്റവും മുമ്പിൽ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരാണ്. और उसके सबसे आगे भीड़ में जो वाद्य यंत्रों को बजाते हुए लोग चलते हैं। ചില സമയങ്ങളിൽ സുഗന്ധിയായ പുഷ്പങ്ങളുടെ ചില്ലകൾ ഇതളുകൾ വിതറുവാൻ്റെ പെൺകുട്ടികളെയും ആക്കുമായിരുന്നു. और कुछ युवतियों को रखा जाता ताकि लोगों के ऊपर में कुछ सुगंध द्रव्यों को छिड़के। അതിന്റെ പിന്നാലെ ആ യുദ്ധം ജയിച്ച ജനറൽ ഒരു കുതിരപ്പുറത്ത് വരും. और उसके पीछे जिसने युद्ध में फतेह हासिल करी या जीत हासिल करी वो घोड़े के ऊपर सवार होके आता है। ആ ജനറലിന് ചുറ്റുമായിട്ടും ജനറലിന് തൊട്ടുപിറകിലായിട്ടും ആ യുദ്ധത്തിൽ തന്നോടൊപ്പം യുദ്ധം ചെയ്ത പടയാളികളെല്ലാം ഉണ്ടായിരിക്കും. और उस राजा के इर्द गिर्द उस युद्ध में जितने सैनिकों ने युद्ध लड़ा था वे भी उसके साथ होते हैं। അപ്പോൾ ഈ യുദ്ധം ജയിച്ചു വരുന്ന ആ ജനറലിന് ഒരു പ്രത്യേക പേര് അവർ കൊടുത്തിരുന്നു. और ये युद्ध जीतकर आने वाले उस जनरल का एक विशिष्ट नाम दिया जाता था। ട്രയംഫേറ്റോർ എന്നാണ് അവർ വിളിച്ചിരുന്നത് ആ ജനറലിനെ ആ പ്രത്യേക സന്ദർഭത്തിൽ. और उस विशिष्ट समय में उस जनरल को ट्रायम्फेटो कहकर संबोधित किया जाता था। അതിൽ നിന്നാണ് ട്രയംഫ് എന്നുള്ള ഇംഗ്ലീഷ് പദം നമുക്ക് ലഭിച്ചത്. और वहां से इंग्लिश का ट्रायम्फ करके जो शब्द है वो मिला। അത് മാത്രമല്ല, എൻ്റെ കൂടെ നടക്കുന്ന തന്നോട് കൂടെ യുദ്ധം ചെയ്ത ആ പടയാളികളെല്ലാം ട്രയംഫേറ്റ് എന്നവർ ഷൗട്ട് ചെയ്യും. और उसके संग में जितने भी जो सैनिक हैं जो युद्ध में उसके साथ लड़े हुए थे वे भी उसी शब्द का इस्तेमाल करके उसकी घोषणा वहां पर करते थे। ट्रायम्फेट ट्रायम्फेट का इस्तेमाल करते। അവരുടെ പിന്നാലെ തോറ്റ രാജാവിനെ കയ്യിലോ കാലിലോ ചങ്ങലയിട്ട് കൊണ്ടുവരും. और उसी भीड़ में पीछे की ओर उस राजा को भी लेकर के आते थे जिसको इन्होंने हराया था, उसके हाथ पांव बंधे होते थे। ആ രാജാവിന്റെ കിരീടം എടുത്തു മാറ്റും. और उसके राजा के मुकुट को हटा दिया जाता, രാജകീയ വസ്ത്രം എടുത്തു മാറ്റും. उसके जो राज वस्त्र हैं वो उतार दिए जाते। ചിലപ്പോൾ പൂർണ്ണ നഗ്നരായിട്ടാണ് അവരെ റോഡിൽ കൂടെ വഴി നടത്തിക്കൊണ്ടിരുന്നത്. और कई मर्तबा उन्हें नग्न अवस्था में लेकर के आया जाता। അവർക്കുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റും. उनके पास जो हथियार होते थे उनसे ले लिए जाते। ഒരു കാലത്ത് രാജാവായിട്ട് വലിയ പ്രൗഢിയോടുകൂടെ ഭരണം ചെയ്ത മനുഷ്യൻ ഇപ്പോൾ ഒന്നുമില്ലാത്തവനായിട്ട്, ആയുധം നഷ്ടപ്പെട്ടവനായിട്ട്, സ്ഥാനം നഷ്ടപ്പെട്ടവനായിട്ട് ഒരു പരസ്യമായ കോലമായി മാറ്റപ്പെടുക തന്നെയാണ്. एक वक्त था जब एक राजा के तौर पर सीना तान कर ये चलता था, अपने हथियारों का इस्तेमाल करता, एक बड़े रौब के साथ वो रहता था। लेकिन अब हालात एकदम विपरीत है। अभी कुछ भी नहीं है, खुल्लम खुल्ला भीड़ के सामने तमाशा बना हुआ है। ആ ചിത്രം കടമെടുത്തുകൊണ്ടാണ് പൗലോസ് ഇവിടെ എഴുതുന്നത്. और उसी दृश्य को उधार लेकर के प्रेरित पौलुस ने यहां पर प्रदर्शित किया। എന്താണ് പൗലോസ് എഴുതിയത്? और पौलुस ने क्या लिखा? 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, और दूसरे अध्याय कोलोसियों के 15वीं आयत में ക്രൂശന്മേൽ ഒരു ജയോത്സവം നടന്നു. कि वहां पर इस क्रूस के द्वारा जय जयकार की ध्वनि हुई। അവൻ ചിലരെ അവിടെ പരസ്യമായ കോലമാക്കി മാറ്റി. और कुछ लोगों को उसने वहां पर खुल्लम खुल्ला तमाशा बनाया। ചിലരുടെ ആയുധങ്ങൾ എടുത്തു മാറ്റി. कुछ लोगों के उन हथियारों को या उनके अधिकारों को भी छीन लिया। എന്നിട്ട് യുദ്ധം ജയിച്ചു വരുന്ന ഒരു ജനറലായിട്ട് യേശു ക്രിസ്തു ആ ക്രൂശന്മേൽ മാറി.
और एक युद्ध जीतकर आए हुए जनरल के हैसियत से यीशु मसीह का चित्रीकरण वहां पर हुआ അത് വിചിത്രമായ ഒരു ഭാഷയാണ്. और वो एक अजीबोगरीब भाषा है എന്ത് ആരുടെ മേലാണ് യേശു ജയം കൊണ്ടത്? और यीशु ने किसके ऊपर में फतेह पाई എന്ത് ആയുധമാണ് അവൻ എടുത്തു മാറ്റിയത്? उसने कौन से हथियार हटाए ആരെയാണ് അവൻ പരസ്യമായ കോലമാക്കി മാറ്റിയത്? या उसने किसका खुल्लम खुल्ला तमाशा किया തുടർന്നുള്ള വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. और उसके आगे के हिस्सों को पढ़ेंगे तभी हम उसकी गूढ़ बातों को समझ पाएंगे നമുക്കറിയാം അവൻ എടുത്തു മാറ്റിയ ആയുധം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ മേൽ പിശാചിനുണ്ടായിരുന്ന അധികാരമാണ്. और जो अधिकार या जो प्रधानता उसने उस क्रूस की मृत्यु के द्वारा हटाई थी वो शैतान की थी അതുകൊണ്ടാണ് എബ്രായ ലേഖനൻ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ 14-15 വാക്യങ്ങളിൽ और इब्रानियों की किताब उसके दूसरे अध्याय के 12वां और 14वें वचन के अंदर में लिखा है ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ അവൻ തന്റെ മരണത്താൽ അതിൽ നിന്ന് വിമോചിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. और जो जिंदगी भर अपने उस मृत्यु के द्वारा बिल्कुल भयभीत होते थे अपनी मौत के माध्यम से उसने उन्हें फतेह दिलाई യേശുക്രിസ്തു അന്ന് ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യമാണ്. और यीशु मसीह क्रूस की मृत्यु को सहन की यह बात सत्य है ക്രൂശിൽ സ്വയം മരിച്ച യേശുവിന് എങ്ങനെ മരണത്തിന്മേൽ താൻ ജയം കൊണ്ടു എന്ന് പറയാൻ കേൾക്കണം കഴിയും? और यीशु मसीह ने जो क्रूस की मृत्यु को उठाया अपने ऊपर में उसने किस तरीके से मौत के ऊपर में फतेह पाई അവൻ നമുക്കറിയാമല്ലോ അവൻ മരിച്ചു സത്യമാണ്. പക്ഷേ മരണത്തിനോ പാതാളത്തിനോ അവനെ അടക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. और हमें मालूम है कि बेशक वो मरे लेकिन मृत्यु हो चाहे अधोलोक हो उसको अपने वश में नहीं रख पाई. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. विस्तृत ब्यौरा देने का वक्त अब नहीं है. തന്റെ അമ്മയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു മാനുഷിക ശരീരം ഉണ്ടായിരുന്നത് കൊണ്ട് മർത്യ ശരീരം ഉണ്ടായിരുന്നത് കൊണ്ട് താൻ ക്രൂശിൽ മരിച്ചു, താനും മരിച്ചു. और अपनी माता के गर्भ के द्वारा उसको इस धरती में एक शरीर मिला था इस वजह से शारीरिक मौत उसकी हुई. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവൻ എന്നുള്ള നിലയിലുള്ള രണ്ടാമതൊരു നേച്ചർ തനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് മരണത്തെ തന്നെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. और दूसरी और महत्वपूर्ण बात यह है कि चूंकि पवित्र आत्मा की सामर्थ्य के द्वारा उसका जन्म हुआ था तो उसका भी एक पहलू वहां पर दिखाई दिया. മൂന്നാം ദിവസം മരണത്തെ ജയിച്ചു പുറത്തു വന്നു. और तीसरे दिन उस मृत्यु को हरा करके मुर्दों में से वो जी उठा. അങ്ങനെയാണെങ്കിൽ എങ്ങനെ യേശു ആയുധങ്ങളെ വെപ്പിച്ചു നമുക്ക് പറയാൻ തക്കവണ്ണം കഴിയും? तो हम ऐसा है तो कैसे कह सकते हैं कि यीशु मसीह ने उन अधिकारों को वहां से हटवा दिया या छीन വെളിപ്പാട് लिया? പുസ്തകത്തിൽ പോകണം. उसके लिए हमें प्रकाशित वाक्य की ओर जाना വെളിപ്പാട് होगा. പുസ്തകം 1:18 और प्रकाशित वाक्य की किताब उसका पहला ഞാൻ अध्याय പറയുന്നു, 18वां वचन ഞാൻ മരിച്ചവനായിരുന്നു സത്യം. कि मैं मरा हुआ था ये बात सत्य है എന്നാൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഇത് എന്റെ കൈവശമാണ്. लेकिन आज वो अधोलोक और मृत्यु की कुंजी मेरे हाथों में है. ആദാം മുതൽ ക്രിസ്തു വരെയുള്ള സകല മനുഷ്യരെയും മരണഭീതിക്ക് അടിമകളാക്കി മരണഭീതി എന്ന ചങ്ങല ഇട്ടുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് നടന്ന സാത്താന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധമായ ആ മരണത്തിന്റെ മേലുള്ള അധികാരമാകുന്ന താക്കോൽ യേശുവിന്റെ കയ്യിലാണെന്ന്. आदम से लेके क्रिस्तु तक की जो इतनी लंबी फहरिस्त है उन तमाम लोगों की सूचीबद्ध तरीके से वो जो अधिकार की कुंजी है वो मेरे यीशु मसीह के हाथों में है मेरे अजीजों. അതുകൊണ്ടാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? इसलिए मैं और आप ये सीना छोड़ा करके कह सकते हैं कि हे मृत्यु तेरी जय कहां है? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? हे मृत्यु तेरा वो विषैला डंक कहां है? അവൻ ന്യായ പ്രമാണത്തിൽ ഞാൻ ഇനി അധീനനല്ല. और अब मैं उस न्याय व्यवस्था के अधीनता में नहीं हूं. മരണത്തിന്റെ അധികാരത്തിന്റെ കീഴിലല്ല ഞാൻ ഇന്ന്. अब मैं उस मौत के अधिकार के तहत नहीं हूं. പിന്നെയോ മരണത്തെ ജയിച്ചുയർന്നെഴുന്നേറ്റ എന്നേക്കും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഇന്ന് ഞാൻ നിങ്ങളും. उस मृत्यु को हरा करके जिसने मुर्दों में से उस पुनरुत्थान की सामर्थ के साथ में जी उठा उस यीशु मसीह के उस सामर्थी हाथों के अधीनता में रहने वाला हूं അതുകൊണ്ടാണ് मैं. യേശു വിളിച്ചു പറഞ്ഞ സർവാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. इसलिए यीशु मसीह ने इस बात की उद्घोषणा किया कि सारा अधिकार मुझे दिया गया ഒന്നുകൂടെ है. ഞാൻ പറയട്ടെ, സർവാധികാരവും അവന് നൽകപ്പെട്ടിരിക്കുകയാണ്. और इसलिए हम मिल करके कहें कि सारा अधिकार उसे दिया गया है. അതുകൊണ്ടാണ് യേശു നമ്മളോട് പറഞ്ഞത് ഹല്ലേലൂയ. हालेलुया.
അതുകൊണ്ടാണ് യേശു നമ്മളോട് പറഞ്ഞത് നിങ്ങളുടെ ദേഹത്തെ കൊല്ലുവാൻ മാത്രം അധികാരമുള്ളവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. इसलिए यीशु मसीह ने साफ शब्दों में ये कहा कि जो तुम्हारे शरीर को मार सकते हैं उनसे मत डरिए. ദേഹത്തെ കൊല്ലുവാനും ദേഹിയെ നരകത്തിൽ തള്ളിയിടുവാനും അധികാരമുള്ള ഒരുവനുണ്ട്, അവനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ और മതി. वो जो शरीर का भी सर्वनाश कर सकता है और तेरी आत्मा को भी नरक में भेज सकता है, उस अधिकार रखने वाले उस शख्स का भय मान. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, പിതാവ് ന്യായ അധികാരം വാക്കുകൾ വിട്ടു വന്നു, മലയാളം വാക്കുകൾ വിട്ടു വന്നു. The Father does not judge anyone anymore. All that authority is given to me. और अब पिता उन बातों का न्याय नहीं करेंगे क्योंकि तमाम अधिकार मुझे दे दिया गया है. പിതാവ് താൻ തന്നെ ന്യായവിധി നടത്താതെ അതിനുള്ള സർവ്വ അധികാരവും പുത്രന് നൽകിയിരിക്കുന്നു. क्योंकि पिता ने उन तमाम अधिकारों का हस्तांतरण अपने पुत्र के साथ में किया है. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ ഭയപ്പെടേണ്ട ഒരുവനെ മാത്രമേ ഉള്ളൂ. अगर ऐसा है तो आज रात हमें यदि डरना है तो वो केवल और केवल एक शख्स है. നിങ്ങൾ പിൻപറ്റേണ്ട ഒരുവനെ മാത്രമേ ഉള്ളൂ. और केवल एक ही व्यक्ति है जिसका अनुसरण हमें करना है. നിങ്ങൾ ആരാധിക്കേണ്ട ഒരുവനെ മാത്രമേ ഉള്ളൂ. और जिसकी आराधना हमें सच्चाई से करना है वो भी एकमात्र व्यक्ति है. അത് മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും എന്നേക്കുമായിട്ട് അധികാരം കയ്യിലുള്ള സർവശക്തനായ ത്രിത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാനായ യേശുക്രിസ്തുവിനെ മാത്രം. और जिसके हाथों में इस अधोलोक की और मृत्यु की कुंजियां या चाबियां हैं, जिसके हाथों में सर्वाधिकार दिया गया है, केवल उस यीशु मसीह की आराधना करिएगा और उसी का भय मानिएगा. ഈ അധികാരം തനിക്കുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടോ? क्या उस बात का उसने खुल्लम खुल्ला प्रदर्शन किया कि अधिकार उनका- उसको दिया? ഉണ്ട്. हाँ किया. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. इफिसियों की पत्री 4 अध्याय के 8वीं आयत में लिखा गया है. അവൻ പുനരുത്ഥാനം ചെയ്ത് സ്വർഗ്ഗത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത് അവൻ ബദ്ധന്മാരെയും പിടിച്ചു കൊണ്ടുപോയെന്നാണ്. और वहां पर उसने ये लिखा हुआ है कि उसने विश्वास योग्य सेवकों को भी अपने साथ में लेकर के गया. ആമേൻ. മരണത്തിന് മേലും പാതാളത്തിന് മേലും അധികാരമുണ്ടോന്ന് പറഞ്ഞവൻ പഴയ ഭക്തന്മാരുടെ മുഴുവൻ ഒന്നിച്ച് അവരുടെ ആത്മാക്കളുമായിട്ടാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. मृत्यु और अधोलोक के ऊपर में जय हासिल करने वाले उस शख्स के बारे में लिखा गया कि उसने उन तमाम बातों को अपने संग लेकर के चला गया. അവന്റെ ജയഘോഷ യാത്രയെ തടയുവാൻ പിശാചിനെ കൊണ്ട് കഴിഞ്ഞില്ല. और उसके उस रैली को या उसके उस यात्रा को शैतान रोक नहीं पाया, ഒറ്റ अवरोध नहीं പഴയ दे पाया. ഭക്തനെ പോലും പിന്നിൽ അവശേഷിപ്പിക്കാൻ പിശാചിനെ കൊണ്ട് കഴിഞ്ഞില്ല. और शैतान कोई भी अपने हथकंडे वहां पर आजमा नहीं पाया. मेरे प्रियो, ഇന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടെയാണ്. यदि आज हम यहाँ से विदा होते तो बेशक हम अपने खुदा के संग होंगे. എന്നാൽ എന്റെ യേശു ദിവസങ്ങളൊന്നും മടങ്ങി വരും. लेकिन एक वक्त आएगा जब मेरा यीशु भी वापस आएगा കാഹളം ധ്വനിക്കും, और तुरहियों की आवाज सुनाई देगी. മരിച്ചവർ അക്ഷയരായി ഉയർക്കും, और जो मुर्दा अवस्था में है या सोए हुए वे जी उठेंगे. ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. और जीवित अवस्था में यदि मैं और आप रहते हैं तो हम इसी हालात में रूपांतरण के साथ उठा लिए जाएंगे. ഇന്ന് രാത്രികാലം ഒരു ഗ്യാരണ്ടിയോടുകൂടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ आज പോകുകയാണ്. रात्रि काल अपनी बातों को मैं यहाँ पर समाप्ति की ओर ले जाना चाहता हूँ. നിന്റെ പാപത്തിന്റെ കറ യേശുവിന്റെ പുണ്യാകരത്താൽ കഴുകി തുടയ്ക്കപ്പെട്ടതാണെങ്കിൽ അവൻ വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ ജീവനോടിരിക്കുമ്പോൾ രൂപാന്തരം ഓടുമ്പോൾ അവനോട് പോകുന്നതിൽ നിന്നെ തടഞ്ഞു വെക്കാൻ പിശാചിനെ കൊണ്ട് സാധ്യമല്ല. यदि मेरे और आपके तमाम अधर्म और पापों को और उन तमाम दागों को यदि प्रभु यीशु मसीह के उस बहुमूल्य और निष्कलंक लहू से धोया गया है तो मेरे प्रियो, मैं और आप बेदाग हैं. निश्चित रूप से मैं और आप उस तुरही की आवाज के साथ में जब मेरा प्रभु यीशु मसीह अपने दोबारा आगमन के साथ हमारे बीच में होगा तो हम लोग निश्चित रूप से उसके संग में होंगे, ये हम दावा कर सकते അതുകൊണ്ടാണ് हैं. പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, we are confident, we are confident. और इसलिए दूसरा कोरिन्थियों की पत्री के अंदर में भी लिखा गया है कि हमारे अंदर में ये साहस है, ये हिम्मत है, ये हौसला है. ഇംഗ്ലീഷിലെ ആ ഭാഷ എനിക്ക് വലിയ ഇഷ്ടമാണ്. और अंग्रेजी में जो शब्द
शब्द इस्तेमाल किया मुझे बड़ा अच्छा लगता है। 2:8 പൗലോസ് പറയാണ് we are confident. और दूसरा कोरिन्थियों 5:8 अंदर में लिखा हुआ है इंग्लिश में ഞങ്ങൾ कि വെറുതെ we are വാചകം confident. അടിക്കുകയല്ല, ഞങ്ങൾ വെറുതെ വാചകം അടിക്കുകയല്ല. हम लोग यूं ही बातें नहीं करते We हैं, are confident. लेकिन हमारे अंदर में वो हौसला है अजीजों। എന്നിട്ട് അവിടെ നിർത്തുന്നില്ല, രണ്ടാമത് ഒരു പദപ്രയോഗം കൂടി ഇംഗ്ലീഷിലുണ്ട്, I'm rather pleased. और उसके अलावा इंग्लिश में ये इस्तेमाल किया कि I'm rather pleased, मतलब मैं और हर्ष उल्लास से भरा हुआ हूं, എന്റെ യേശുവിന്റെ മടങ്ങി വരവിനെ ഓർക്കുമ്പോൾ I am pleased. क्योंकि जब मैं मेरे यीशु के द्वितीय आमद की बात को सुनता हूं तो मैं और ज्यादा खुश हो जाता हूं। എന്റെ യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ I am confident. और जब मेरे यीशु के दोबारा आगमन की बात होती है तो मेरे अंदर और हिम्मत आ जाती है। Pastor Sunny Philip, what is the source of your confidence? और पास्टर सनी फिलिप, आपके उस कॉन्फिडेंस के पीछे क्या वजह है? ഞാൻ നീതിമാനായതുകൊണ്ടല്ല, मैं इसलिए नहीं कि मैं धर्मी हूं ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവനായതുകൊണ്ടല്ല, और मैंने जीवन में कोई गलत काम नहीं किए इसलिए എന്നാൽ नहीं, എന്റെ പാപത്തിന്റെ കറകളെ അവന്റെ പുണ്യാഹരക്തത്താൽ കഴുകി വെടിപ്പാക്കി എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് I am confident in the second coming of my Christ. क्योंकि मेरे तमाम अधर्म के काम या बुरे कामों की सूची को उसने अपने लहू से धो करके शुद्ध कर दिया, इसलिए मेरे अंदर वो हिम्मत है, वो हौसला है मेरे अजीजों। हालेलुया, हालेलुया। നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? क्या आपके अंदर में वो हिम्मत है, वो हौसला है? നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ? क्या आपके अंदर में वो आत्मविश्वास है എന്റെ യേശു വരുമ്പോൾ ഞാനും പോകുമെന്ന് ഉറപ്പുണ്ടോ? कि मेरा यीशु जब आएगा तो मैं उसके संग हो लूंगा? क्या हौसला है आपके अंदर? ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഹിന്ദി ഭാഷയിൽ പറയാം, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. यदि आपके अंदर में ये आत्मविश्वास है तो मेरे साथ मेरे पीछे ये बात कहिए कि हाँ प्रभु यीशु मसीह आप जल्द से जल्द आए। बोलिए बोलिए बोलिए। बोलिए बोलिए एक और बार। നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലം मेहरबानी से हम सब खड़े हो जाएं। ഹല്ലേലൂയ. हालेलुया। പെട്ടെന്നൊരു പാട്ടിന്റെ ശബ്ദം പാടി നമ്മൾ ആരാധിക്കുന്നതിന് മുമ്പ് गीत की चंद लाइनों को गाने के साथ ही എല്ലാവരുടെയും കണ്ണുകൾ ദൈവസ്ഥലം അടച്ചാട്ടെ. मैं आपसे निवेदन करूंगा हम सब अपनी आंखों को बंद कर लें നിങ്ങളുടെ ആത്മീയ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാട്ടെ. और हम ये टटोल करके देखें कि हमारा आत्मिक जीवन कहां पर है। ഒരു ദൈവ പൈതൽ എന്നുള്ളതിന്റെ ആത്മവിശ്വാസം എത്രയുണ്ടെന്ന് ഒന്ന് നോക്കിയാട്ടെ. एक प्रभु की संतान होने के नाते तेरे अंदर में कितना आत्मविश्वास है, एक बार टटोल करके देखिए। എന്റെ യേശു ഇന്ന് രാത്രികാലം മടങ്ങി വന്നാൽ ഞാൻ പോകുമെന്ന് നല്ല ഉറപ്പില്ലെങ്കിൽ സഹോദരനായാലും സഹോദരിയായാലും പ്രായമുള്ളവരായാലും കുഞ്ഞുങ്ങളായാലും ഇന്ന് രാത്രികാലം നമുക്ക് പറയാം, കർത്താവേ ഒരിക്കൽ കൂടെ എന്നെ കഴുകണമേ. यदि आपके ज़हन में कहीं ना कहीं एक ऐसा लेश मात्र भी ख्याल आता है कि यीशु यदि आए तो मैं उसके साथ नहीं जा पाऊंगा या नहीं जा पाऊंगी, तो आज रात आपके लिए एक अवसर है मेरे प्रियो, अपने आप को टटोलिए, जांचिए और उसके बाद में वो सही कदम उठाइए। എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുന്ന ഈ നിമിഷത്തില് सब अपनी आंखों को बंद रखें इस पल, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനോട് പറയാം. और एक और मर्तबा हम मिल करके अपने प्रभु यीशु से कहेंगे ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പുണ്യാഹരക്തത്താൽ ഞങ്ങളെ വീണ്ടും കഴുകിയാട്ടെ. कि प्रभु यीशु मसीह अपने उस लहू के द्वारा एक और मर्तबा हमें धो करके शुद्ध करिए। അങ്ങയുടെ പുണ്യാഹരക്തത്താൽ ഞങ്ങളെ വീണ്ടും വിശുദ്ധീകരിച്ചാട്ടെ. आपके पवित्र लहू के द्वारा हमें भी आप पवित्र बनाइए। ഞങ്ങളുള്ള പാപത്തിന്റെ സകല കറകളും മാഞ്ഞു പോകട്ടെ. हमारे जिंदगी में पाप के जितने धब्बे हैं वे सब मिटा दिए जाएं, അവയെല്ലാം എന്നേക്കുമായിട്ട് മാഞ്ഞു പോകട്ടെ. वो हमेशा हमेशा के लिए मिटा दिए जाएं। ഞങ്ങളുടെ ഹൃദയത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കട്ടെ. हमारे दिलों के अंदर में वो जज्बात पैदा हो, ഞങ്ങളുടെ और വിശ്വാസം आत्मविश्वास को വർദ്ധിക്കട്ടെ. हमारा विश्वास बढ़ने ഞങ്ങളുടെ दीजिए, വിശ്വാസം വർദ്ധിക്കട്ടെ. हमारे विश्वास को बढ़ाइए, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. आशा को बढ़ाइए, ഞങ്ങളുടെ ധൈര്യം വർദ്ധിക്കട്ടെ. हमारा हिम्मत और हौसला बढ़े, നിന്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. हम उसकी आमद का इंतजार बड़े हिम्मत के साथ करने वाले बने। എല്ലാവരും കരങ്ങൾ ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിച്ചാട്ടെ. अपने हाथों को उठा करके हम उस प्रभु की महिमा करें। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। ഈ പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും ആത്മാവിൽ ദൈവത്തെ और ये ആരാധിക്കണം. गीत जब यहाँ पर गाया जाएगा मेहरबानी से हम सब प्रभु में आनंदित होकर आत्मा में मगन होकर के गाएं। വലിയൊരു ആഘോഷത്തിന്റെ ഉത്സവത്തോടുകൂടെ, ഇതൊരു ഉത്സവം തന്നെയാണ്, ഇതൊരു ഉത്സവത്തിന്റെ അന്തരീക്ഷത്തോടുകൂടെ നമ്മുടെ മീറ്റിംഗ് और एक बड़े जय जयकार की ध्वनि के साथ जैसे हम एक उत्सव मना रहे हो, एक पर्व मना रहे हो, उसी आधार पर हम लोग यहाँ पर रहे രക്ഷയുടെ സന്തോഷത്തിന്റെ ഉത്സവത്തോടുകൂടെ നമുക്ക് മീറ്റിംഗ് उस उद्धार का जो हर्ष है, जो उद्धार का उत्सव है, उसको हम लोग आनंद के साथ मनाएं। ചേർന്ന കരങ്ങളെ അടിച്ച് പാടി ഒന്നിച്ച് നമുക്ക് ആത്മാവിൽ मिल करके हम थालियों के साथ इस गीत को गाएंगे। हे मेरे मन यहोवा को धन्य कर। इनके किताब के 44 नंबर का गीत है,
गा के प्रभु की आराधना करेंगे। हे मेरे मन यहोवा को धन्य धन्य कहो, हे मेरे मन यहोवा को धन्य धन्य कहो। जो कुछ भी मुझ में है उसको धन्य कहो, हे मेरे मन यहोवा को धन्य धन्य कहो। हे मेरे मन यहोवा को धन्य धन्य कहो। वही तेरे अधर्मों को क्षमा करता है, तेरे सब रोगों को चंगा करता है। वही तेरे अधर्मों को क्षमा करता है, तेरे सब रोगों को चंगा करता है। हालेलुया हालेलुया। वही तो तेरे प्राण को नाश होने से बचाता है। हे मेरे मन यहोवा को धन्य धन्य कहो। हे मेरे मन यहोवा को धन्य धन्य कहो। सत्यनाश के गड्ढे से मुझे निकाला, दलदल की कीच से मुझे उबारा। सत्यनाश के गड्ढे से मुझे निकाला, दलदल की कीच से मुझे उबारा। हालेलुया हालेलुया। ओ मेरे पैर को दृढ़ किया है, चट्टान पर खड़ा किया है। गाड़ी बजाकर आत्मा में सब लोग जोश के साथ गीत धन्यवाद करें। हे मेरे मन यहोवा को धन्य धन्य कहो। यहोवा के दूतों उसको धन्य कहो, ये सारी सृष्टि उसको धन्य कहो। यहोवा के दूतों उसको धन्य कहो, ये सारी सृष्टि उसको धन्य कहो। धन्य कहो धन्य कहो। उसके राज्य के सब स्थानों में यहोवा को धन्य कहो। ये मेरे मन यहोवा को धन्य धन्य कहो। हालेलुया। हे मेरे मन यहोवा को धन्य धन्य कहो। वही तेरे अधर्मों को क्षमा करता है, तेरे सब रोगों को चंगा करता है। वही तेरे अधर्मों को क्षमा करता है, तेरे सब रोगों को चंगा करता है। हालेलुया हालेलुया। वही तो तेरे प्राण को नाश होने से बचाता है। हे मेरे मन यहोवा को धन्य धन्य कहो। हालेलुया। हे मेरे मन यहोवा को धन्य धन्य कहो। सत्यनाश के गड्ढे से मुझे निकाला, दलदल की कीच से मुझे उबारा। सत्यनाश के गड्ढे से मुझे निकाला, दलदल की कीच से मुझे उबारा। हालेलुया हालेलुया। मेरे पैरों को दृढ़ किया है, चट्टान पर खड़ा किया है। हे मेरे मन यहोवा को धन्य धन्य कहो। हालेलुया। हे मेरे मन यहोवा को धन्य धन्य कहो। यहोवा के दूतों उसको धन्य कहो, ये सारी सृष्टि उसको धन्य कहो। हे यहोवा के दूतों उसको धन्य कहो, ये सारी सृष्टि उसको धन्य कहो। धन्य कहो धन्य कहो। उसके राज्य के सब स्थानों में यहोवा को धन्य कहो। हे मेरे मन यहोवा को धन्य धन्य कहो। हालेलुया। हे मेरे मन यहोवा को धन्य धन्य कहो। हालेलुया। हे मेरे मन यहोवा को हालेलुया धन्य कहो।
ये मेरे मन यहोवा को धन्य धन्य कहो। हालेलुया हे मेरे मन यहोवा को धन्य धन्य कहो। हालेलुया हे मेरे मन यहोवा को धन्य धन्य कहो। ये हालेलुया रेकम जयम ओ धन्य धन्य कहो। ये मेरे मन हालेलुया उड़ारी बशकेरी आरी बलबलवा शंकर उड़ारी बलबौड़ा शंकर बौड़ारी बा ओरी बलबौड़ा शेकेरे रे आरी बलबौड़ा ओरी बलबौड़ा शंकर बौड़ा ओरी बलबौड़ा शंकर बौड़ा री गला ओरी बारी बारी बलबौड़ा शेकेरे रे। हालेलुया रेकम जयम रेकम जयम रेकम जयम रेकम जयम रेकम जयम रेकम जयम रामे 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 दीवा दीवा री बलबौड़ा शंकरी गा ओरी बलबौड़ा शेकेरे रे 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 ओरी बलबौड़ा शंकर बौड़ा री गलबौड़ा ओरी बारी 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 ओ हालेलुया रेकम ओ रेकम जयम यीशुविന്റെ നാമം ओरी बारी बलबौड़ा शंकर बौड़ा ओरी बलबौड़ा शेकेरे रे रे ओ हालेलुया ओ ये मेरे मन यहोवा को उड़ारी बशेरी आरी बलबौड़ा ओरी बारी बलबौड़ा शेकेरे रे उयारी बलबौड़ा शंकर बौड़ा हालेलुया ग्लोरी 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 री बारी बलबौड़ा ओ रेकम जयम उड़ारी बलबौड़ा शंदा री बलबौड़ा शेकेरे रे रियारी बलबौड़ा ओ रेकम जयम रेकम जयम रेकम जयम रेकम जयम ओ रेकम जयम दीरारी बलबौड़ा ओ री बलबौड़ा शंकर बौड़ा गरीबला ओ री बलबौड़ा शेकेरे यारी बारी बलबौड़ा ओ री बलबौड़ा शंकर बौड़ा गरीबले ओ री बलबौड़ा शंकर बौड़ा गरीबला री बारी बलबौड़े ओ रेकम जयम रेकम जयम रेकम जयम रेकम जयम री बारी बलबौड़ा शंकर बौड़ा री बारे ओ री बलबौड़ा शंकर बौड़ा गरीबला ओ യേശുവിന്റെ നാമം ഓ രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം ഓ ദീപലബൗഡ ശങ്കര ബൗഡ ഗരിബലെ ഓ ദീപലബൗഡ ശങ്കരീവ ദീപലബൗഡ ഗരിബലബൗഡ യേശുവിന്റെ നാമം യേശുവിന്റെ രക്തം രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം ഓ ദീപലബൗഡ ശങ്കര ബൗഡ ഗരിബലെ ഓ ദീപലബൗഡ ശങ്കര ബൗഡ ഗരിബല ഓ ഹല്ലേലൂയ 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 ഓ യേബരെ धन्यवाद यीशु हालेलुया 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 उड़ारी बारी बलबौड़ा शंदा दीवारी बलबौड़े हालेलुया ग्लोरी ग्लोरी उड़ारी बलबौड़ा शंदा दीवार हालेलुया ओ ये मेरे मन हालेलुया Oh, we praise you. Praise the Lord. Hallelujah. आइए प्रार्थना में चले. Hallelujah. आज रात का हाथ में परमेश्वर के हाथ हमारे बीच में काम किया. परमेश्वर के वचन की गहराई में लेके गया और परमेश्वर के वचन से भेद किया है. हालेलुया. पाप के तमाम दागों को यीशु मसीह के लहू से धोकर हमें शुद्ध किया, पवित्र किया और आने वाले प्रभु यीशु मसीह के आगमन की खुशी के बाद जोड़ते हुए